24-നും റിപ്പോർട്ടറിനും ഒക്കെ 5 ഗ്രാം ചെയ്യുന്നു. പക്ഷെ ഇത് ഏഷ്യാനെറ്റിക്ക് എത്തിയപ്പോൾ 7 ഗ്രാമായി. അക്ഷരപ്പച്ചക്കാവും, സാരല്ല പോട്ടെ. എന്തായാലും ഈ 5 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ റാപ്പർ വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. 5 ഗ്രാം കഞ്ചാവാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത്. 7 ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഗ്രാമൊക്കെയാണ് ഇവരൊക്കെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. സംവിധായകന്മാരെ, പ്രശസ്ത സംവിധായകനെ കാലിദ് റഹ്മാനൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. നല്ല അടിപൊളി പടങ്ങൾ ചെയ്ത വ്യക്തി. തല്ലുമാലയും അതുപോലെ ഇപ്പതാ ആലപ്പുഴ ജിങ്കാന, അങ്ങനെ എത്ര പടങ്ങള്. പിന്നെ ഇപ്പൊ അതേപോലെ ഈ വേടൻ, വേടനൊക്കെ പാട്ടിലൂടെ ജാതീയതയ്ക്കെതിരെയും മറ്റേ വർണ്ണവിവേചനത്തിനെതിരെയും രാഷ്ട്രീയത്തിനെതിരെയും ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരെയും ഒക്കെ പാട്ടിലൂടെ പാടിയും ജനങ്ങൾക്ക് ഉദ്ബോധനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേടൻ. പക്ഷെ എന്താ ചെയ്യാലേ, ഇപ്പൊ മൂപ്പരെ ഫ്ലാറ്റിൽ നിന്നാണ് ഇപ്പൊ ഈ കഞ്ചാവ് പിടിച്ചത്. പിന്നെ വേറൊരു സംഭവം, ഈ ഒരു ഖാലിദ് റഹ്മാൻ സംവിധായകന്റെ റൂമിൽ നിന്ന് പിടിച്ച ഈ ലഹരിക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അവിടെ കഥ പറയാൻ പോയ വ്യക്തിയാണെന്ന് പറയുന്നു. അതെങ്ങനെയാ ഈ റിപ്പോർട്ട് ലീക്കായി എന്നാവല്ലേ? അതായത് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിയെ കൂടെ നമ്മള് ഈ പറഞ്ഞ ഈ ചാനലുകൾ എങ്ങനെയാ ഇപ്പൊ പുറത്ത് ഇൻഫർമേഷൻ ലീക്ക് ആവുന്നതാവും. ഇപ്പൊ അവരാണ് കൊടുത്തതെന്നുള്ളത് ഇപ്പോ ഈ ആളുകളൊക്കെ അറിഞ്ഞല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ സംവിധായകരും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പൊ ഈ വ്യക്തിയാണ് കൊടുത്തതെന്ന്. ഇപ്പൊ പബ്ലിസിറ്റി വന്നല്ലോ. അപ്പൊ അത് അവരുടെ ഭാവിനെയും ബാധിക്കില്ലേ? അതൊക്കെ എന്തിനാ അങ്ങനെ ലീക്ക് ചെയ്യുന്നത്? അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ആളുകൾ പേടിക്കൂലേ? അപ്പൊ ഏതായാലും ഈ 5 ഗ്രാമും 7 ഗ്രാമും അല്ലെങ്കിൽ 1 ഗ്രാമും കൊടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ഇവരൊക്കെ പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. വേടന് കൊടുത്ത 7 ഗ്രാം കൊടുത്ത വ്യക്തിയെ പിടികൂടി. ആ കൊടുത്ത വ്യക്തിക്ക് ഡീലറായിരുന്ന വ്യക്തി ഇന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു വാർത്തയാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഒക്കെ ഒരു കേന്ദ്ര ഭാഗത്തെയാണ് പിടികൂടേണ്ടത്. അതൊക്കെ എന്ന് പിടിക്കുമോ എന്തോ.